ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഹാപ്പിനെസ് ഫെസ്റ്റിന് പോവുകയാണ്. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു. നമ്മുടെ വയനാട്ടിൽ സുൽത്താൻ ബത്തേരി സെൻറ്റ് മേരീസ് കോളേജ് ഗ്രൗണ്ടിൽ ഹാപ്പിനെസ് ഫെസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്ത് നമ്മൾ പോയതായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പോകുന്നത്. കാരണം ഇത്രയും ദിവസം മഴയും കാര്യങ്ങളായിട്ട് നമുക്ക് പോകാനുള്ളൊരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചിക്കൻ കൂടെ ഉള്ളതുകൊണ്ട് തണുപ്പൊക്കെ അല്ലേ. അപ്പോൾ നമ്മളങ്ങനെ ഇന്ന് പോവുകയാണ്. അപ്പോൾ കണ്ണൻ ഓൾറെഡി അവിടെ ഉണ്ട്, നമ്മൾ മാത്രമാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. സംഭവം നല്ല സെറ്റാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല സ്ഥലം നോക്കിയിട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതൽ ഇതിന് എൻ്റെ ബ്ലബ്ല സംസാരമൊന്നും കൊടുത്തിട്ടില്ല. കൂടുതൽ നാച്ചുറലായിട്ടുണ്ടായ സംസാരം തന്നെ കേട്ടോ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബോറടിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ നാച്ചുറലായിട്ട് അവിടെ എന്താണെന്ന് സംസാരിച്ചാൽ അത് തന്നെ കൊടുത്തിരിക്കുന്നത്. കുരുടിനെ പോലെയൊക്കെ ഉണ്ട്. ഇത് ടിൻഫിഡ് അല്ലേ? ടിൻഫിഡ് അല്ലേ? വാങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ? ബ്ലാക്ക് മോളി ഞാൻ കാണിച്ചു. ഉറങ്ങ തോന്നുന്നു. കളർ പറഞ്ഞില്ല. ഇതെന്താ പിലോപ്പിയോ? കരിമീനാ? അടവ്? പിരാനിയോ? ഏത്? നല്ല രസം ഒഴുകുന്നതാണല്ലേ. ഹായ് കരിമീൻ. ഇവിടെ നോക്കുക. ഇതാണ് ഭംഗി സത്യം. അല്ലാതെ നമ്മുടെ അവിടെ ഇവിടെയും പോലെ ഇവിടെ താഴെ ഇത് മീനല്ലേ? ഇത് മീനല്ലേ? പ്രതിമ പോലെ കിടക്കുന്നത്. അത് കുറെ ചത്തും കിടക്കുന്നത്. അതോ അയ്യോ അതാ അങ്ങനെയുള്ളത് എടുക്കാൻ പോയപ്പോഴാണ് മുന്നിൽ നിന്ന് അങ്ങ് മാറി. ചെക്കോ തൊട് ചെക്കോ. ഇതൊന്നും കറി വെക്കാൻ പറ്റില്ലല്ലോ.
പിടിച്ചോലുണ്ട്, ചൊറി പിടിച്ചോലുണ്ട്. അങ്ങനെ തന്നെയാണ്. അമ്മക്ക് പേടി. എടാ കൊത്തോടാ.
അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് റൈഡുകളുടെ ഒരു സെക്ഷനാണ്. അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു സംഭവം വന്നിട്ട് എന്തിലെങ്കിലും കയറണ്ടേന്ന് വിചാരിച്ചിട്ട് നിൽക്കിയിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ അമ്മ കൂടെ ഉള്ളതുകൊണ്ട് അമ്മയും കയറാമെന്നുള്ളൊരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഏതിലാണ് കയറുക എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കാം കേട്ടോ. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ചിക്കുവിനെ എടുത്തിട്ട് ഈ ഒരു ട്രെയിനിൽ കയറിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ കുറേ കാലത്തിന് ശേഷം കയറുന്നുണ്ട്, ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന്. പക്ഷെ അമ്മയ്ക്ക് നല്ല ധൈര്യമായിരുന്നു കേട്ടോ. പിന്നെ ഈ തോണിയായിരുന്നു എൻ്റെ ലക്ഷ്യം. അമ്മയ്ക്ക് ഒന്നും കയറിയപ്പോൾ തന്നെ നല്ല മടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടിരുന്നു കേട്ടോ. അങ്ങനെ കുറേ വിളിച്ച് ചെയ്തില്ലെങ്കിൽ നമുക്ക് കയറാമെന്ന് പറഞ്ഞിട്ട് പക്ഷെ അമ്മ വന്നില്ല. പിന്നെ അങ്ങനെ ലാസ്റ്റ് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒരു റൈഡിൽ കയറാമെന്നുള്ള തീരുമാനത്തിലെത്തിയിട്ട് അതിൻ്റെ സ്പ്രിംഗ് ഗെയിമിലൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛനും അമ്മയും കൂടെയാണ് നോക്കിയത്. എനിക്ക് പിന്നെ ഭയങ്കര ലക്കായതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നിനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അവിടെ കണ്ണൻ ഇരുന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ ഇപ്പോൾ നമ്മൾ പിന്നെ കണ്ണനോട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ നിന്ന് എങ്ങനെയുണ്ട് ഏതാന്നൊക്കെ നോക്കി അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഒന്ന് അവിടെ നിന്ന് ചുറ്റിപ്പറ്റി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ റൈഡ് കയറാൻ വേണ്ടി പോകും കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ അടുത്തതായി കയറിയത് ഈ ഒരു സംഭവത്തിലാണ് കേട്ടോ. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹമുണ്ട്. ദൂരത്തു നിന്ന് കണ്ടപ്പോൾ നല്ല ആഗ്രഹം തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ അതിൽ കയറിയിരുന്ന ഒരു റൗണ്ട് കറങ്ങി കഴിഞ്ഞപ്പോൾ തൊട്ട് ഭയങ്കര എന്താ പറയുക, എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ പിന്നെ നിർത്താനൊക്കെ പറയുമായിരുന്നു കേട്ടോ. കാരണം ഇത്രയ്ക്ക് സ്പീഡിൽ കറങ്ങുമെന്ന് അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അമ്മയ്ക്ക് ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അമ്മ ഓക്കെ ആയി. പിന്നെ ഞാൻ കണ്ണ് തുറക്കുകയേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ എനിക്ക് ഭയങ്കര ഒരു പേടിയായിപ്പോയി. പിന്നെ വലിയ കുഴപ്പമില്ല. പിന്നെ എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് അത് നിർത്തിയപ്പോൾ ഒരു സമാധാനത്തിൽ അങ്ങോട്ട് ഇറങ്ങി കേട്ടോ. പിന്നെ എപ്പോഴും ഇല്ലല്ലോ, വല്ലപ്പോഴും അല്ലേ ഉള്ളൂ. വല്ലപ്പോഴും ഇല്ലല്ലോ, ഇങ്ങനെ വല്ലതും കയറാൻ തോന്നുമ്പോഴല്ലേ നമ്മളുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറിയതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് തൈയിൻ്റെ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊരു പ്ലാവിൻ തൈ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഏത് സമയത്തും പ്ലാവിൽ ചക്ക ഉണ്ടാവുന്ന അങ്ങനെ ഒരു തൈ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് വാങ്ങിച്ചു. അപ്പോഴത്തേക്കും ഗാനമേളയൊക്കെ ഏകദേശം കഴിയാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 10 മണി വരെയാണ് നമ്മുടെ പരിപാടികളൊക്കെ നടക്കുക. 11 മണിയാകുമ്പോഴത്തേക്കും എല്ലാം അടച്ച് പൂട്ടി വെക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഗാനമേളയൊക്കെ തീർന്നിട്ട് തന്നെയാണ് അവിടെ നിന്ന് വന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് സുണ്ടേച്ചിൻ്റെ കടയിൽ കയറിയില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ പോയി ഇരുന്നിട്ട് ചേച്ചിനോട് പ്ലാവിൻ്റെ കാര്യങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് കണ്ണനൊക്കെ വെയിറ്റ് ചെയ്ത് എന്നിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് വരികയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു കുലുക്കി സർബത്തും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കുടിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.